ചതുരാകൃതിയായ ഒരു സ്ഥലത്തിൻ്റെ ചുറ്റളവ് 480 മീറ്റർ. ആ സ്ഥലത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:3. വിസ്തീർണം എത്ര? ചതുരാകൃതിയായ സ്ഥലം, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 480 മീറ്റർ. പിന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 5:3. നമുക്ക് ഏരിയ കാണണം. അപ്പോൾ നമുക്ക് നീളവും വീതിയും 5:3 ആണ്. അപ്പോൾ നീളം ഈസ്റ്റു വീതി 5:3. നീളം ഈസ്റ്റു വീതി 5:3 ആണെങ്കിൽ നമുക്ക് നീളം 5x വീതി 3x കൊടുക്കാം. നീളം ഈസ്റ്റു വീതി 5:3. അപ്പോൾ നീളം 5x വീതി 3x. ചുറ്റളവ് കാണാൻ, ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ സൂത്രവാക്യം 2 × നീളം പ്ലസ് വീതി. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ 2 × നീളം പ്ലസ് വീതി. വില കൊടുക്കുക. 2 × നീളവും വീതി എത്ര? 5x 3x. അപ്പോൾ 2 × നീളവും വീതിയും കൂടി കൂട്ടുമ്പോൾ 5x + 3x സമം ചുറ്റളവ് നമുക്ക് തന്നിട്ട് എത്രയാണ്? 480. അപ്പോൾ 2 × ഈ ബ്രാക്കറ്റത്ത് കൂട്ടുമ്പോൾ 5x 3x കൂട്ടിയ 8x. 2 × 8x സമം 480. ഗുണിക്കുമ്പോൾ 16x സമം 480. x സമം × 16 അങ്ങോട്ട് എടുക്കുമ്പോൾ ഹരിക്കണം 16 ആവും. 480/16. 48 16 3 16 48 ഒരു 0. നമുക്ക് എക്സിൻ്റെ വില കിട്ടി 30. നമുക്ക് ഈ നീളവും വീതിയും ഇവിടെ 5x 3x എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ വില കൊടുക്കുക എക്സിൻ്റെ. അപ്പോൾ നീളം 5x, അതിൽ എക്സിൻ്റെ വില 30. അപ്പോൾ 5 × 30 150 മീറ്റർ. വീതി 3x, വീതി 3x. അപ്പോൾ 3 × 30 90 മീറ്റർ. നമുക്ക് നീളവും വീതിയും കിട്ടി. നമുക്ക് കാണേണ്ടത് എന്താണ്? വിസ്തീർണം. ചതുരത്തിൻ്റെ വിസ്തീർണം സൂത്രവാക്യം നീളം × വീതി. വില കൊടുക്കുക. 150 × 90. 15 × 9 135. 15 × 9 135. ഈ ഒരു 0, ഈ ഒരു 0. ഉത്തരം 13,500 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 13,500 ചതുരശ്ര മീറ്റർ.